വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. പതിവ് പോലെ സിനഗോഗിലെത്തിയ ഈശോയ്ക്ക് വായിക്കുവാനായി നൽകപ്പെട്ട വചനഭാഗത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-ാം തിരുവചനമാണ് ഈശോയ്ക്ക് നൽകപ്പെട്ടത്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ് ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് ഈ വചനഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സുവിശേഷം എന്നാൽ സദ്വാർത്ത എന്നാണ് അർത്ഥം. ദാരിദ്ര്യം എന്നത് സമ്പത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെടേണ്ട ഒന്നല്ല. ദരിദ്രർക്ക് സുവിശേഷം എന്നാൽ എല്ലാ തുറയിലും പെട്ട ആളുകൾക്ക് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്ന് തന്നെയാണ്. ഒരു നല്ല സുഹൃത്തില്ലാതെ പോകുന്നത് ദാരിദ്ര്യമാണ്. സമാധാനവും സന്തോഷവുമില്ലാതെ പോകുന്നത് ദാരിദ്ര്യമാണ്. കേൾക്കാനും കേൾക്കപ്പെടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആളില്ലാതെ പോകുന്നതും ദാരിദ്ര്യമാണ്. ഇങ്ങനെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ചേർത്തിണക്കി ദാരിദ്ര്യത്തെ നിർവചിക്കുമ്പോൾ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എല്ലാ ജനങ്ങൾക്കും സുവിശേഷം ആകാനാണ്. ഇന്നും ഇത്തരുണത്തിൽ ദരിദ്രരായ ഒത്തിരി പേർ നമ്മുടെ ചുറ്റുമില്ലേ? ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നാം സുവിശേഷമാകാൻ കടപ്പെട്ടവരാണ്. നമുക്കും അപരനെ കേൾക്കാനും സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും ക്ഷമിക്കാനും തയ്യാറാകാം. അങ്ങനെ നവസുവിശേഷമായി നമുക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താം.